സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വചനത്തിൽ. അത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഉത്തരം, മറുപടി ലഭിക്കുവാനും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് യേശുനാമത്തിന്റെ അതിപരിശുദ്ധ നാമമായ യേശുനാമത്തിന്റെ തിരുനാൾ ദിവസമായ ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി കൊളോസസ് 3:17 നമ്മൾ കാണുകയാണ്. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഈശോയെ തന്നതിലൂടെ എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ചെയ്യുക. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും മർക്കോസ് 11:24 ഈശോ പറയുന്നത്, നിങ്ങൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ, 25ാമത്തെ വാക്യമാണ്, മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ ആ വ്യക്തിയോട് ക്ഷമിച്ചുകൊണ്ട് ആ വിരോധം ക്ഷമിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ, ഒരു അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ, അതൊരു വ്യക്തിയോടാകാം, ചിലപ്പോൾ നിങ്ങളോട് തന്നെയാകാം. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല എന്നുള്ള തോന്നി നിങ്ങൾക്ക് ദൈവത്തോടൊരു ദേഷ്യം ഉണ്ടെങ്കിൽ, ദൈവത്തോടും നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭവമുണ്ടെങ്കിൽ, ഒരു അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റാത്തൊരു മേഖലയുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ ക്ഷമിച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ വാക്കുകളാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ക്ഷമയുടെ തലങ്ങൾ എന്നുള്ളത് അത് ഒത്തിരിയും ഡീപ്പറായിട്ടൊരു മേഖലയാണ്. ആ ക്ഷമയുടെ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, നമ്മൾ കർത്താവിന്റെ ഹിതപ്രകാരമുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം നമ്മൾ സംഭവിക്കുകയാണ്. അതിനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തനങ്ങൾ ഈ യേശുനാമത്തിന് തിരുനാൾ ദിവസമായി ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിന്റെ തിരുനാൾ ദിവസത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. യേശുനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. I bless you in Jesus' almighty name. God bless you.